ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 2 മുട്ടയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കിത് പൊറോട്ടയേക്കാളൊക്കെ അടിപൊളിയാണ് കഴിക്കാൻ. കറിയൊന്നും ആവശ്യമില്ല, അത് ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്കൊരു 2 പേർക്ക് അല്ലെങ്കിൽ ഒരു 3 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് സാധാരണ പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പൊറോട്ടയൊക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് നമ്മളെപ്പോഴും ചപ്പാത്തിയല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഒറ്റ തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും, കാരണം അത്ര നല്ല രസമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്, നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റ് ആവരുത് മാവ്, ചെറുതായിട്ട് ഇതുപോലെ ഇരിക്കണം, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഞാൻ ആ ബൗളിൽ തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാവരുടെയും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അടിവശത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ വെച്ചോളൂ. കുറഞ്ഞതൊരു 15-20 മിനിറ്റ് എന്തായാലും വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 മുട്ടയുടെ മഞ്ഞയും 2 മുട്ടയുടെ വെള്ളയും. അപ്പോൾ രണ്ടും വേറെ വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒരു വലിപ്പമുള്ള മുട്ടയൊക്കെയാണെങ്കിൽ 2 മുട്ട വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. കണ്ടോ, ഇത് തൊടുമ്പോൾ ഇങ്ങനെ വരുന്നതുണ്ടോ. അപ്പോൾ ഇത്രയും സോഫ്റ്റായിട്ട് ഉണ്ടാവണം, എന്നാലേ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരേ സൈസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ വലുപ്പം അത്രയും മതി, അതിൽ കൂടുതൽ വേണമെന്നില്ല. ഒരു 5-8 പീസൊക്കെ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക, നമ്മൾ പൊറോട്ടേൻ്റെ മാവൊക്കെ ഇല്ല അതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യില്ല, അതേപോലെ ക്രാക്ക് ഇല്ലാതെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഏകദേശം ഞാൻ എല്ലാം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ നിങ്ങൾ പൊടി ഇടണ്ട, പൊടി ഇടാതെ എണ്ണ വേണമെങ്കിൽ തേച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല തിന്നാക്കി എടുക്കാൻ പറ്റും. കാരണം ഇത് പരത്തുമ്പോൾ നല്ല തിന്നാക്കി പരത്തണം, അപ്പോഴാണ് നല്ല രസമായിട്ട് നമുക്ക് കിട്ടുക, നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ അടിയിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കീറിപ്പോകുന്നും ചെയ്യരുത്, കീറാതെ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം നമുക്ക് ഉള്ളിൽ മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 1 ടീസ്പൂൺ മുട്ടയുടെ മഞ്ഞ ജസ്റ്റ് നടുക്ക് മാത്രം വെച്ച് കൊടുത്താൽ മതി, കാരണം നമ്മളിത് മടക്കുന്നതാണ്. അപ്പോൾ നടുക്ക് മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് 4 സൈഡിൽ നിന്നും നമ്മൾ മുർത്തബക്കൊക്കെ ചെയ്യില്ല അതേപോലെ 4 സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ 4 സൈഡിൽ നിന്ന് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ മാറ്റാം, ഇല്ല ഡയറക്റ്റ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അടുത്ത റോൾ ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടും ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കുക. നമുക്ക് ഈ 2 മുട്ടേനെ മതിയാവും കേട്ടോ എല്ലാത്തിലും ചെയ്യാനായിട്ട്. ഒത്തിരി മുട്ട വേണമെന്ന് വിചാരിക്കരുത്, ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഒത്തിരി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ആ ഒരു ടേസ്റ്റ് അവിടെ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ 4ആയിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം.
അപ്പോൾ ഇനി മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാകുമ്പോൾ കുറച്ചൊന്ന് മൊരിഞ്ഞ് നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. എന്നിട്ട് നമ്മൾ ആ മുട്ടയുടെ വെള്ളയിൽ കുറച്ച് മല്ലിയില മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാനിലാവാതെ ഇതിൻ്റെ മേലെ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ചെറുതായി റെഡിയായി തോന്നുമ്പോൾ സൂക്ഷിച്ച് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സൈഡിലും കുറച്ച് മുട്ടയുടെ വെള്ളം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു മല്ലിയിലൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും ആക്കി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് തീ ഒരുപാട് കൂട്ടരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും വേവുന്ന സമയത്ത്. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചാൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനാണെങ്കിലും ചൂടില്ലാണ്ട് കഴിക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്തത് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു കറി ഇതിൻ്റെ കൂടെ ആവശ്യമില്ല, ഞാൻ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.